KSRTCയിലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ എല്ലാ സീറ്റുകളിലും 5 വാഹനങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ബഡ്ജറ്റ് ടൂറിസം വാഹനങ്ങളിലും തുടങ്ങുകയാണ്, ഒരുമിച്ച് തന്നെ തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു QR കോഡ് എല്ലാ വണ്ടിയിലും ഒട്ടിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ വാട്സാപ്പിലേക്ക് ഈ പോകുന്ന റൂട്ടിലുള്ള ചെക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും കാണിക്കും. അപ്പം നിങ്ങൾക്ക് ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബസ് പാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നിയറസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ബസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സീറ്റിലേക്ക്, യാത്രക്കാരുടെ സീറ്റിലേക്ക് ചെക്കിങ്ങിൻ്റെ നമ്മൾ നൽകുന്ന ഓർഡർ വരും. അതിൻ്റെ ഒരു മിനിമം അതിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെയിറ്റേറിനും ഉണ്ട്, നോൺ വെയിറ്റേറിനും ഉണ്ട്, രണ്ടും ലഭിക്കുന്നതാണ്. അതിന് മറ്റ് ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ടാവും KSRTCയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ടോട്ടൽ സെയിലിൻ്റെ 5% KSRTCക്ക് കിട്ടും. ഈ കമ്പനി KSRTC തരും. കുറച്ച് ദിവസത്തേക്ക് യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി ആദ്യം തുടങ്ങുന്ന 5 ബസ്സുകളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന, തിരുവനന്തപുരത്തേക്ക് മൂകാംബികയ്ക്ക് പോകുന്ന ഓൾവോ ബസ്സുകൾ, എയർ കണ്ടീഷൻ ബസ്സുകൾ 5 ബസ്സുകളിലാണ് തുടങ്ങുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലുണ്ട്. അങ്ങനെ